അസ്സലാമു അലൈക്കും. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പുണ്യമായൊരു ആരാധനാ കർമ്മമാണ് ദിക്ർ. ഖുർആൻ പറഞ്ഞത് വദ്കുറുല്ലാഹി ദിക്റൻ കസീറ, നിങ്ങൾ ധാരാളമായി ദിക്ർ ചൊല്ലുക. ദിക്ർ ചൊല്ലുക എന്നുള്ളത് വിശിഷ്ടമായൊരു ഇബാദത്താണ്. നമ്മുടെ ഹൃദയത്തിൽ രണ്ടറകളുണ്ടെന്നാണ്. ഒരു അറയിൽ മലക്കാണുണ്ടാവുക, അടുത്ത അറയിൽ പിശാചാണുണ്ടാകുക. രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ചുണ്ടാവില്ല. മലക്ക് വന്നാൽ പിശാചിരിക്കില്ല, പിശാച് വന്നാൽ മലക്കുമിരിക്കില്ല. മലക്കിന് വേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാലേ മലക്ക് വരികയുള്ളൂ. പിശാചിന് വേണ്ട ചില സംഭവങ്ങളുണ്ട്, അത് കിട്ടിയാലേ പിശാച് വരികയുള്ളൂ. വൃത്തിയില്ലായ്മ, ദിക്ർ ചൊല്ലാതിരിക്കുക, എപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയ കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക, അപ്പോഴൊക്കെ പിശാചിന്റെ സാന്നിധ്യമുണ്ടാകും. പിശാചിന്റെ സാന്നിധ്യമുണ്ടോ, മനസ്സിങ്ങനെ ബേജാറും വെപ്രാളവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മലക്കിന്റെ സാന്നിധ്യമാണോ വരുന്നത് എങ്കിൽ വല്ലാത്തൊരു സന്തോഷം കിട്ടും. നാളെ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞാലും അതിനുള്ള വഴി അള്ളാഹു കണ്ടിട്ടുണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കും. നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ആലി മുസ്ലിയാരെ പറ്റി കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇങ്ങനെ ഇനി 41 ദിവസം, ഇനി 40 ദിവസം, ഇനി 39 ദിവസം ഇങ്ങനെ എഴുതി കെട്ടി തൂക്കിയിരിക്കുകയായിരുന്നു. അത് മാനസികമായിട്ട് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഒരു കൂസലുമില്ലായിരുന്നു. അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു, ഈ ദുഷ്ടന്മാരുടെ കൈകൊണ്ട് എന്നെ കൊല്ലാൻ പാടില്ല പടച്ചോനെ എന്ന്. അങ്ങനെ സുജൂദിൽ കിടന്നിട്ടാണ് ബഹുമാനപ്പെട്ടവർ മരിക്കുന്നത്. അപ്പോ ഈ ഒരു രീതിയിലുള്ളൊരു ഉറപ്പ്, അതിന് വേണ്ടത് ദാക്കിറാവുന്ന അവസ്ഥ നമുക്കെപ്പോഴും ഉണ്ടാവുക എന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം, ദിക്ർ ചൊല്ലുന്നത് പല രീതിയിലാണ്. ചില ആളുകൾ ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലും. ചെയ്യരുതെന്നല്ല, അത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ ഉയർന്ന മർത്തബയാണ് സ്വർഗം കിട്ടാനായിട്ട് ദിക്ർ ചൊല്ലുക എന്നത്. അതിനേക്കാൾ ഉയർന്ന മർത്തബയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലുക എന്നത്. എന്നാൽ യഥാർത്ഥ ദിക്ർ ഇതൊന്നുമല്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഒന്ന് എഴുന്നേറ്റ് നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചു. ആ റൂമിൽ ആയിഷ ഉമ്മാക്ക് കിടക്കാനും റസൂലുള്ളാഹിക്ക് നിസ്കരിക്കാനുമുള്ള സ്ഥലം ആ റൂമിൽ ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുമ്പോൾ ആയിഷ ബീവി കാലിങ്ങനെ ചുരുട്ടിപ്പിടിക്കും. സുജൂദ് കഴിഞ്ഞാൽ പിന്നെ നിവർത്തുകയുള്ളൂ. സുജൂദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സുജൂദും ചെയ്യുന്നത് പോലെ വെച്ചു എടുത്തു അതല്ല. ഒരു കിടത്തം കിടന്നാൽ പടച്ചോനെ, ഈ സുജൂദിൽ കിടന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് തോന്നിപ്പോകും. നിശ്ചലമായ കിടത്തം, അതിദീർഘമായ കിടത്തം, ഇങ്ങനത്തെ സുജൂദാണ്. അപ്പോൾ ആയിഷ ബീബി ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അഫലാ തകൂനു അബ്ദൻ ശകൂറ, സ്വർഗം കിട്ടാനോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ല, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ ഷാക്കിറായിട്ട് എന്നെ രേഖപ്പെടുത്തട്ടെ എന്നതാണ് കാര്യം. അതിനു വേണ്ടി ദിക്ർ ധാരാളമായി ചൊല്ലുക, ദിക്റിന്റെ ലക്ഷ്യം നിർവഹിക്കുക. അള്ളാഹുവിന്റെ ഷാക്കിറാവാൻ വേണ്ടി ദിക്ർ ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.